ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സെപ്റ്റംബർ 16-17 തീയതിയിലെ പ്രധാന കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. ആദ്യം തന്നെ സെപ്റ്റംബർ 16 തീയതിയിലെ പ്രത്യേകതയാണ് ഓസോൺ ദിനമായിട്ടാണ് നമ്മൾ സെപ്റ്റംബർ 16 ആചരിക്കുന്നത്. 2025 ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. സെപ്റ്റംബർ 18 ലോക മുള ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ ജേതാക്കൾ: മീനാക്ഷി ഹൂഡ വനിതകളുടെ 48 കിലോഗ്രാമിൽ സ്വർണം നേടി. ജെയ്സ്മിൻ ലെംബോറിയ വനിതകളുടെ 57 കിലോഗ്രാമിൽ സ്വർണം നേടി. നൂപുർ ഷിയോറൻ വനിതകളുടെ 80+ കിലോഗ്രാമിൽ വെള്ളിയും പൂജ റാണി വനിതകളുടെ 80 കിലോഗ്രാമിൽ വെങ്കലവുമാണ് നേടിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കീർത്തി പുരസ്കാരത്തിന് അർഹമായ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ NSEയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ഇൻജെറ്റി ശ്രീനിവാസ് ആണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങളുടെ എണ്ണം 30 ആക്കി. AIIA ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ ഡയറക്ടറായി ചുമതലയേറ്റത് പ്രദീപ് കുമാർ പ്രജാപതി. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ കയ്യെഴുത്തുപ്രതി പൈതൃകം ഡിജിറ്റൈസ് ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ആരംഭിച്ച പോർട്ടലാണ് ജ്ഞാനഭാരതം പോർട്ടൽ. ഓഫ്ലൈൻ ക്ലാസുകൾ ഓൺലൈനായിട്ടും ലഭിക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആരംഭിച്ച പഠന പോർട്ടലാണ് K-Learn എന്നത്. ഇൻ്റർനാഷണൽ വേൾഡ് ടാലൻറ്റ് റാങ്കിങ് 2025 ഒന്നാം സ്ഥാനം നേടിയത് സ്വിറ്റ്സർലൻഡും 2ാം സ്ഥാനം ലക്സംബർഗും 3ാമത്തെ സ്ഥാനം ഐസ്ലൻഡുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 63. മണിപ്പൂർ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അണിയിച്ച മണിപ്പൂരിൻ്റെ പരമ്പരാഗതമായ തലപ്പാവാണ് കോക്കിയത്. വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ചൈനയും റണ്ണറപ്പായത് ഇന്ത്യയുമാണ്. പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയും റണ്ണറപ്പായത് ദക്ഷിണ കൊറിയയും. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകിയാണ് ഷാരദ ഹോഫ്മാൻ. അടുത്തിടെ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായി നിർമ്മിച്ച ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ആന്ത്രോത്ത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള 2ാമത്തെ റെയിൽവേ പാലമായ സായിരംഗ് റെയിൽവേ ക്രഗ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് മിസോറാമിൽ. ട്രെയിനുകൾ കൂട്ടിമുട്ടുന്നത് ഒഴിവാക്കുന്നതിനുള്ള സംവിധാനമാണ് കവച്. കവച് കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്നത് എറണാകുളം ഷൊർണൂർ പാതയിലാണ്. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി റിസർച്ച്, ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച സംവിധാനമാണ് കവച്. 2025 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഹരിത കേരളം മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് മികവാർന്ന പച്ചത്തുരുത്തുകൾ. ഇന്ത്യൻ സൈന്യം ലഡാക്കിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനം ആകാശ് പ്രൈം. ലോക സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 1000 മീറ്റർ സ്പ്രിൻറ്റിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് തമിഴ്നാട്ടുകാരനായ ആനന്ദ് കുമാർ വേൽകുമാർ. ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി സ്പോൺസറായി മാറിയത് അപ്പോളോ ടയേഴ്സാണ്. വാഹനമിത്ര പദ്ധതി ആരംഭിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അൾട്രാ മാരത്തണായ ഗാർദുങ് ലാ ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത സോജ സിയ. 2025 സെപ്റ്റംബറിൽ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറിയായിട്ട് നിയമിതനായത് അമിത് ഖരെ. ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് T. പത്മനാഭൻ. അധിക ചുമതലയോടുകൂടി മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണറായത് ആചാര്യ ദേവ്രത്. ഇന്ത്യയിലെ ആദ്യത്തെ മുള അധിഷ്ഠിത എത്തനോൾ പ്ലാന്റ് അസമിലെ ഗോലാഘട്ട് പ്ലാന്റ്.